വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. അതായത് ഒന്നും മറന്നിട്ടില്ല എന്ന് ഇന്ന് കത്തോലിക്ക സഭ BJP-യെ കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം. രാജ്യത്ത് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ പതിവ് സംഭവമാകുന്നുവെന്നാണ് സഭ പറയുന്നത്. മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തെന്നും ഇടയലേഖനം എഴുതുന്നു. സർക്കുലർ ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ വായിക്കുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ലത്തീൻ അതിരൂപത മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇടയലേഖനം, അതായത് സർക്കുലർ വായിച്ചു. ആ സർക്കുലറിൽ പറയുന്നത് രാജ്യത്ത് വ്യാപകമായി ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്നതാണ്. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്തെ മതസൗഹാർദ്ദം തകർന്നിരിക്കുന്നു എന്ന ആരോപണവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മണിപ്പൂർ സംഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ഇത് ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണ്. ഇന്ന് പള്ളികളിൽ രാവിലത്തെ പ്രാർത്ഥനാ കുർബാന മുതൽ ഈ ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം വായിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഇടയലേഖനത്തിൽ പറയുന്നത് ഈ മാസം 22-ാം തീയതി പ്രാർത്ഥനാ ദിനമായി ലത്തീൻ അതിരൂപത ആചരിക്കുമെന്നതാണ്. ഈ പ്രാർത്ഥനാ ദിനത്തിന് കാരണം രാജ്യത്തെ സമാധാനത്തിന് വേണ്ടിയാണ്. രാജ്യത്ത് ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണം ലത്തീൻ അതിരൂപത തന്നെ മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് ഗൗരവതരമായ വിഷയം. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനു വേണ്ടി മാർച്ച് 22 വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന ദിനമായിട്ട് ആചരിക്കുക ഇന്ത്യൻ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്യുന്നു. മതധ്രുവീകരണം നമ്മുടെ രാജ്യത്ത് സാമൂഹിക സൗഹാർദ്ദത്തെ തകർക്കുകയും ജനാധിപത്യത്തെ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ വിഭജന മനോഭാവങ്ങളും ഉദ്ദേശ പ്രസംഗങ്ങളും മതമൗലിക പ്രസ്ഥാനങ്ങളും രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെയും വികസന ധാർമ്മികതയെ തകർക്കുകയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുകയും ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങളും ഭീഷണിയും പതിവ് സംഭവമായി മാറിയിരിക്കുകയും ചെയ്യുകയാണ്. 2014 ക്രൈസ്തവർക്ക് നേരെ 147 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ 2023 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ 687 മാറി. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ലത്തീൻ അതിരൂപത ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. BJP നേതാക്കൾ, പ്രത്യേകിച്ച് മോദി അടക്കം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഭക്ഷണത്തിന് വേണ്ടി, വിരുന്നിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലുള്ള ചില BJP സ്ഥാനാർത്ഥികളടക്കം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തുന്നു. അവിടെ ചില നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നു. അതിൻ്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയൊക്കെ നടത്തി പുതിയ തരത്തിലുള്ള ഇമേജ് വർദ്ധിപ്പിക്കാൻ BJP നേതാക്കൾ ശ്രമിച്ചിരുന്നാലും കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അവർ ഈ മണിപ്പൂർ അടക്കം വരുന്ന സംഭവങ്ങളിൽ വലിയ പ്രതിഷേധത്തിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ലത്തീൻ അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടയലേഖനത്തിലൂടെ വ്യക്തമാകുന്നത്. ഈ വിരുന്നിലും തീന്മേശയിലും ഒന്നും വീഴില്ല കേരളത്തിലെ മനുഷ്യർ, അവർക്ക് ഓർമ്മകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ലത്തീൻ അതിരൂപത ഇന്നത്തെ ഈ ഇടയലേഖനത്തിലൂടെ. തിരുവനന്തപുരത്ത് നിന്ന് ദ്രവനാണ് നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിച്ചത്.